ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളെ വീട്ടിൽ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോണത് നമ്മളെ വീട്ടിൽ കുറച്ച് വാഴകളുണ്ട്. അധികം സ്ഥലമൊന്നുമില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഉള്ള സ്ഥലത്ത് കുത്തി കയറ്റിയിട്ട് വെച്ചേക്കാണ് കേട്ടോ. കണ്ടാ കിണറിൻ്റെ മതിലിൻ്റെ കരിക്കലൊക്കെയാണ്, ഷീറ്റിൻ്റെ മേലൊക്കെയാണ്. എന്നാലും ശ്രദ്ധിച്ചാൽ മതി, നമ്മളങ്ങനെ ജന്തുക്കൾ വരും എന്നുള്ള പേടിയൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ തണലും കിട്ടും കേട്ടോ. വാഴ പിന്നെ അങ്ങനെ വലിയ മരം ആവണമെന്നല്ലല്ലോ, തറയുടെ ഉള്ളിൽ വേര് പോകുന്നുള്ള പേടിയൊന്നുമില്ല. അപ്പോൾ എല്ലാ തരം വാഴകളും ഉണ്ട് കേട്ടോ. നേന്ത്രവാഴ ഒഴിച്ച് ബാക്കി എല്ലാ വാഴകളും നമ്മൾ ഈ 2-4 ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട്, 4 ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൈസൂർ പഴം. ഇത് നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പേര്? പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഞങ്ങൾ പറയാം മൈസൂർ പഴം എന്നാണ് കേട്ടോ. പിന്നെ ഞാലിപ്പൂവനാണ്. ഇത് ഞാലിപ്പൂവൻ. ഇത് 4-5 കിളികൾ തിന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് കിളികൾക്കും തിന്നണ്ടല്ലേ, അപ്പം അത് വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മിക്കതും നമുക്ക് ഒരു ഏതെങ്കിലും ഒരു വാഴ കുലച്ചിട്ട് പഴം കിട്ടും കേട്ടോ. പിന്നെ ഉള്ളതൊരു 4-5 തൈ പൈനാപ്പിളിൻ്റെ തൈ നമ്മൾ കുഴിച്ചിട്ടിട്ട് ഒരെണ്ണം ഞങ്ങളിത് വെട്ടി കഴിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് 2ാമത്തെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് 2 ഉണ്ട്. അങ്ങനെ ഇതിന് പ്രത്യേകിച്ചൊരു വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ പൈനാപ്പിൾ കുഴിച്ചിട്ടാൽ പാമ്പ് വരും എന്നൊക്കെ പറയണത് വെറുതെ ഇട്ടാ. പാമ്പ് ഇതല്ലാത്ത സ്ഥലത്തുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണ് നമ്മൾ അനുഭവത്തിൽ മനസ്സിലായി. പിന്നെ ഇതിന് നല്ല മധുരമാണ് കേട്ടോ. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. അതാണ് ഇതിൻ്റെ. നമ്മൾ വളം ഇട്ട് ഇംഗ്ലീഷ് മരുന്ന് അടിച്ചിട്ടുണ്ട് ഒന്നും പേടിക്കാനില്ല. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കും, ഇല്ല എന്നല്ല, പക്ഷേ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് അല്ലേ. പിന്നെ എന്താ പറയുക, ഇത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാനും കഷ്ണം വെട്ടി കഴിക്കാനൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. നല്ല മധുരമുണ്ട്. പിന്നെ ഐസൊക്കെ ഇട്ടിട്ട് ഇത് ജ്യൂസ് അടിക്കുമ്പോൾ വെയിലത്തൊക്കെ വന്ന് കയറുമ്പോഴേ കുടിക്കാൻ നല്ല രുചി. പിന്നെ ഇപ്പോൾ നോമ്പല്ലേ വരാൻ പോണത്, നോമ്പിന് ഫ്രൂട്ട്സിനൊക്കെ നല്ല വില കൂടൂലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ കിട്ടുന്നത് ഇങ്ങനെ ഓരോന്നൊക്കെ നോമ്പിനൊക്കെ ഇതുപോലെ കിട്ടുമ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇത് നല്ലൊരാക്കാണ് അല്ലേ. ഫ്രൂട്ട്സിനൊക്കെ എന്ത് വിലയായിരിക്കും. അപ്പോൾ പിന്നുള്ള ഫ്രൂട്ട് എന്താ വെച്ചാൽ ഓമക്കായാണ്. ഞങ്ങൾ ഓമക്കായ എന്ന് പറയുക. വീടിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടത് ഉണ്ടായിട്ടുള്ളത്. നാടൻ ഓമയാണ്. മരുന്ന് ഇതിന് പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇല്ലാത്ത ഒരു ഇതാണ് അല്ലേ. ഓമ തന്നെ ഉണ്ടാവും, നമ്മൾ നനച്ചു കൊടുക്കുക പോലും വേണ്ട. നല്ല വേനൽക്കാലത്ത് പിന്നെ അതിന് അത്യാവശ്യം വെള്ളം നമ്മൾ അതിന് ചുറ്റും ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുമെന്നാണ് പറയണത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇതിന്. നാടൻ ഓമയാണ്, നല്ല മധുരമാണ് കേട്ടോ. അത് വെറുതെ നമ്മളെ വയറിന് പല ഗുണങ്ങളുള്ളൊരു സാധനമല്ലേ ഓമക്കായ എന്ന് പറയുമ്പോൾ. പച്ചക്കും മൂത്തിട്ടായാലും പഴുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് കഴിക്കണത് അല്ലേ. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാകാനും മരുന്നടിച്ചിട്ടുണ്ടോ എന്നൊക്കെ തോന്നിയിട്ട്. പിന്നെ നമ്മൾ വീട്ടിലുള്ളത് സപ്പോട്ടയാണ് ഇട്ടാ. സപ്പോട്ട 2 തരം ഉണ്ട്. ഒരു തരം ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോ ലെങ്ത്തായി പോവും. അത് കുറച്ച് ഹൈറ്റുള്ള അധികം നമുക്ക് കിട്ടാൻ നല്ല പാടാണ്. ഇതുമ്മ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കുക. പക്ഷെ ഇതുമ്മ അധികം ഉണ്ടായിട്ടുമില്ല കേട്ടോ. അത് കാരണം തന്നെ കൈ കൊണ്ട് ഇത് താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് നല്ല ഒരു ഇതുണ്ടാവില്ല, പഴുക്കുമ്പോൾ കേടുവരും. കൈ കൊണ്ട് തന്നെ പഴുക്കുമ്പോൾ ഇതുമ്പോൾ തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. മറ്റേ ഒരു സപ്പോർട്ടുള്ളത് ഞങ്ങൾക്ക് പൊട്ടിക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഇത് രണ്ടിനും 2 തരം ടേസ്റ്റാണ്, നല്ല രസം കിട്ടുക. കഷ്ണം ഇട്ട് കഴിക്കാനും തോല് കളഞ്ഞിട്ട് കഷ്ണമായിട്ട് കഴിക്കാം. ഇവിടെ ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, കഷ്ണം കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട്, അപ്പോൾ അതിൻ്റെ കറൊന്നും ഉണ്ടാവില്ല. മക്കൾക്ക് എൻ്റെ ചെറിയ കുട്ടിക്ക് ഇതിൻ്റെ കറയാണ് കൊണ്ട് അവന് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അവൻ കുടിക്കൂട്ടാ. നല്ല മധുരമാണ്. നമ്മൾ പഞ്ചസാര ഒന്നും രാത്രിയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിക്കണ ദിവസം നമുക്ക് ഇതുപോലൊരു ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ആവശ്യമില്ല, വയറ് നിറയൂട്ടാ. പിന്നെ ഐസ്ക്രീം വേണമെങ്കിൽ ഇതിന് മേലെ ഇടാം. ഇത് നട്ട്സ് നമ്മൾ കടല എന്താണെങ്കിലും പൊടിച്ചിട്ടാൽ മതി. എന്താ നമ്മളെ വീട്ടിലുണ്ടെച്ചെങ്കിൽ ആ നട്ട്സിട്ട് പൊടിച്ച് കുടിക്കാൻ നല്ല രസം തന്നെയാണ് ഇട്ടത്. പിന്നെ നമ്മളെ വീട്ടിലുള്ള ഫ്രൂട്ട് പറയുന്നത് ചക്ക ഉണ്ട്. ചക്ക 2 ഉണ്ടായിട്ടുള്ളൂ. പിന്നെ 2 ഉള്ളത് കാര്യം അല്ലേ, അതും ഇല്ലാത്ത ഉണ്ടല്ലോ. പിന്നെ ഉള്ളതൊരു മാവുള്ളൂ. ആ മാവിൻ്റെ കൊമ്പ് വെട്ടി ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ മുകളിൽ
മാങ്ങ പൂത്തിട്ടുണ്ട്. കുറച്ച് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേനൊക്കെ ആവുമായിരിക്കും. കോമാങ്ങയാണ് കേട്ടോ. കോമാങ്ങ പണ്ടൊക്കെ എത്രയും കോമാങ്ങകൾ ഉണ്ടാവൂലേ, നമ്മളധികം കാണല്ലേ, അങ്ങനെയല്ലേ. ഇപ്പോൾ പിന്നെ പല പല തൈകൾ വാങ്ങാൻ കിട്ടുമ്പോൾ കൂടുതൽ ആളുകൾ അതൊക്കെയാണ് വെക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടിൽ ആ പ്ലാവിൻ്റെ മുകളിൽ പിന്നെ ഇപ്പോൾ ഈ മലേഷ്യൻ ഓറഞ്ച് ഉണ്ട് കേട്ടോ. മലേഷ്യൻ ഓറഞ്ച് ബേബി ഓറഞ്ച് എന്നാണ് ഞങ്ങൾ പറയുക. ബേബി ഓറഞ്ച് ഒത്തിരി പുളി ഉണ്ടെങ്കിലും അത് ജ്യൂസ് അടിച്ചാൽ ഓറഞ്ച് ജ്യൂസ് പോലെ തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യാസമില്ല. കുറച്ചും കൂടിയും ഇത് വലുതാവാനും പഴുക്കാനും ഉണ്ട്. ഇതിന്മേൽ നിറയെ ഉണ്ടാവലുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, എപ്പോഴും ഉണ്ടാവും. പൂവ് ഇട്ടിട്ടുണ്ട്. ചില സമയത്ത് നിറയെ ഉണ്ടാവും കേട്ടോ, ചില സമയത്ത് ഇത്തിരി കുറവുണ്ടാവും. അങ്ങനെ ഇതിന് നനച്ചു കൊടുക്കുക തന്നെ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വളവും നമ്മൾ ഇതുവരെ ഞാൻ ഈ കാണിച്ച ഒരു ഫ്രൂട്ടിന് നമ്മളോട് ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഈ പ്ലാവിന് നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഫ്രൂട്ടുകളാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.